നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി LDF സ്ഥാനാർത്ഥി PK സത്യഭാമ സത്യപ്രതിജ്ഞ ചെയ്തു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി LDF സ്ഥാനാർത്ഥി PK സത്യഭാമ തെരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടപടികൾക്കൊടുവിലാണ് CPIM-ലെ PK സത്യഭാമ ഭരണസാരഥ്യം ഏറ്റെടുത്തത്. എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി. പഞ്ചായത്തിന്റെ വികസനോത്തമമായ കാര്യങ്ങൾക്ക് എന്നും പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ സമൂഹത്തിലെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻനടന്നുകയും പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അത് ഭംഗിയായി നടത്തും. ഇവിടുത്തെ ജനങ്ങൾക്ക് പഞ്ചായത്ത് ഒന്നാമത്തെ നിലയിൽ തന്നെ എത്തിക്കാൻ ശ്രമിക്കും. എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നതാണ്. സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച PR വിശ്വനാഥൻ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ച് വോട്ട് ചെയ്തത് തെരഞ്ഞെടുപ്പിൽ നിർണായകമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ പിന്തുണയ്ക്കണമെന്നുള്ളതാണ്. വിജയിച്ചുടൻ തന്നെ യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളോ സ്ഥാനമാനങ്ങളോ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് ഇടതുപക്ഷം ഒരു ഹൃദയപക്ഷത്ത് എന്ന് നിൽക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ടാണ്. ആ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സഹായം എത്തിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇടതുപക്ഷം കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ടാഴിയിൽ കഴിഞ്ഞ 10 വർഷമായി എത്തുന്നതിൽ വളരെ പിറകിലാണ്. ആ വികസന പ്രവർത്തനം MLA-യും MP-യും ഇവിടുത്തെ പ്രസ്ഥാനത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളിതുവരെ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള വികസനങ്ങൾ, CPIM നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും മെമ്പർമാരും വൈസ് പ്രസിഡന്റ് ഉൾപ്പെടുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പ്രസിഡന്റ് അഭ്യർത്ഥിച്ചിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM-ന്റെ നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. തീർച്ചയായും വോട്ട് ചെയ്യാൻ മാത്രമല്ല, ഞാൻ ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെയാണ്. ഏതെല്ലാം തരത്തിലുള്ള വർത്തമാനങ്ങളുണ്ടായാലും ഇടതുപക്ഷം നമ്മുടെ ഹൃദയപക്ഷമാണ് എന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇടതുപക്ഷം ഉണ്ടെങ്കിൽ നാട്ടിൽ വികസനം വരികയുള്ളെന്ന ഒരു ദീർഘപക്ഷത്തെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നത്. ഭരണാധികാരിയുടെ സാന്നിധ്യത്തിൽ നടന്ന നടപടിക്രമങ്ങൾക്ക് ശേഷം ഔദ്യോഗികമായി ചുമതലയേറ്റ അവർ കൊണ്ടാഴിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 10 വർഷത്തിന് ശേഷം കൊണ്ടാഴിയിലെ ജനങ്ങൾ വീണ്ടും അധികാരത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ കൊണ്ടാഴിയില് കഴിഞ്ഞ വർഷങ്ങളിൽ പിന്നോട്ട് നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് കാണാൻ കഴിയുക. കൊണ്ടാഴിയിൽ ഏതൊരു വഴിയിൽ പോയാലും, ഏതൊരു ആശുപത്രി ആയാലും, ഏതൊരു മേഖലയിലായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനങ്ങളാണ് ഈ കൊണ്ടാഴിയിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ടും അതിന് യാതൊരു മുടക്കവും ഞങ്ങളുടെ ജനപ്രതിനിധികളായ MLA-യുടെ ഭാഗത്തുനിന്നോ MP-യുടെ ഭാഗത്തുനിന്നോ സംഭവിച്ചിട്ടില്ല. അതിന്റെ ആ ഒരു ജനങ്ങളുടെ കാഴ്ചപ്പാടാണ് ഞങ്ങൾ വീണ്ടും ഈ അധികാരം ഏൽപ്പിക്കാൻ ഈ കൊണ്ടാഴിയിലെ ജനങ്ങൾ തയ്യാറായത്. പുതിയ പ്രസിഡന്റിനെ അഭിനന്ദിക്കാനായി നിരവധി LDF പ്രവർത്തകരും നാട്ടുകാരും പഞ്ചായത്ത് പരിസരത്തെത്തിയിരുന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനും സുതാര്യമായ ഭരണത്തിനും വേണ്ടി ഇടതുപക്ഷം നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. ഈ അവസരത്തിൽ ഈ പഞ്ചായത്തിലെ എല്ലാ വിഭാഗജനങ്ങൾക്ക് വേണ്ടിയും വൈസ് പ്രസിഡന്റ് സ്ഥാനം നമ്മൾ ഉപയോഗിക്കുമെന്നും ഇനിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഈ സമഗ്ര വികസനത്തിനു വേണ്ടി എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് CCV ന്യൂസ് കൊണ്ടാഴി.